ഇരട്ട വീടുകൾ ഒറ്റ വീടുകളായി പരിവർത്തിക്കപ്പെട്ടപ്പോൾ മുഖച്ഛായ മാറി വേങ്ങര അരീക്കുളം കോളനി. ജനകീയ ജനപ്രതിനിധി പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ വാനോളം വാഴ്ത്തി കോളനി നിവാസികളും. തങ്ങൾക്കുള്ള വീടുകളുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവർ. വേങ്ങര അരീക്കുളം ലക്ഷം വീട് ഇരട്ട കോളനി ഒടുവിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന തരത്തിൽ ഒറ്റ വീടായി മാറുകയാണ്. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ 50 വർഷം പിന്നിട്ട ഇരട്ട വീട്ടിൽ ജീവിച്ചവരുടെ ജീവിതമോഹങ്ങൾക്ക് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടാണ് തുണയായത്. ഓടുമേഞ്ഞ പഴകിയ പട്ടികയും വാതിലും നിലകൊള്ളുന്ന ഇരട്ട വീടിന്റെ ശോചനീയാവസ്ഥ നേരിൽ ബോധ്യമായ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി 1 കോടി രൂപ അനുവദിച്ചതോടെയാണ് 10 ഇരട്ട വീടുകൾ 20 ഒറ്റ വീടുകളായി രൂപാന്തരം പ്രാപിച്ചത്. അടുക്കളയും 2 കിടപ്പുമുറിയും ചെറിയ ഭക്ഷണമുറിയുമെല്ലാം ഈ കൊച്ചുവീട്ടിൽ സജ്ജീകരിച്ചതോടെ ഇനി സിമന്റ് ഉപയോഗിച്ചോ മിനുക്കുപണി മാത്രമാണ് ബാക്കിയുള്ളത്. ഇരുഭാഗത്തും 10 വീതം വീടുകളും മധ്യത്തിൽ റോഡുമായി ആധുനികതയുടെ ഭവന സംസ്കാരത്തെ ഓർമ്മിപ്പിക്കും വിധത്തിലാണ് ഈ പാവപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കിയത്. ഇനിയും ചെറിയ പ്രവൃത്തികൾ ബാക്കിയുണ്ടെങ്കിലും വേങ്ങര ഗ്രാമപഞ്ചായത്തും ലക്ഷം വീട് കോളനി പുതുമോടിയണിയുന്നതിൽ നാട്ടുകാരും അതീവ സന്തോഷത്തിലാണ്. ഇതിനു പുറമെ AR നഗർ ഗ്രാമപഞ്ചായത്തിലെ 8 വീട്ടുകാരും ഒറ്റ വീടെന്ന സ്വപ്നം കാത്തുകഴിയുന്ന വാർത്ത CTV അധികൃതർക്ക് മുൻപാകെ നൽകിയിരുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന ഞങ്ങളുടെ സ്വന്തം കുഞ്ഞാപ്പ ഞങ്ങൾക്ക് വീട് തന്നു. ഇനി വീടിന്റെ പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കനിവ് കാട്ടണം. ഞങ്ങൾ എന്നും ഞങ്ങളുടെ കുഞ്ഞാപ്പയോട് നന്ദിയുള്ളവരാണ്. ഈ വാക്കുകൾ വേങ്ങര അരീക്കുളം കോളനി നിവാസികളുടേതാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ആക്കി തന്നതിന് ഏറെ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ തേച്ചും കൂടി തരുന്ന അധികം വിധവകളാണ്. ആർക്കും അധ്വാനിച്ചുങ്ങാണ്ട് കൊണ്ടുവരാനുള്ള ആണുങ്ങളില്ല. മക്കളെ പേരക്കുട്ടികളൊക്കെ ഉള്ളു ഇവിടെ. അതുകൊണ്ട് ഇതും കൂടി ഒന്ന് തേച്ച് തരാന് കനിവുണ്ടായാൽ മതി. അതിന് ഗവൺമെന്റിനും കുഞ്ഞാപ്പാക്കും എല്ലാവർക്കും ഇതിൽ ഏറ്റവും സന്തോഷപ്പെട്ടത് ഞങ്ങൾക്ക് ചോരാതെ കെടുക്കാനായതുകൊണ്ട് ഏറ്റവും സന്തോഷമാണ്. ഒരു ചോർന്നിട്ട് ഒരു ഓട് അങ്ങോട്ട് തിരിച്ചും മറിച്ചും വെക്കാൻ വയ്യാത്തൊരു കാലഘട്ടത്തിൽ ഇനി ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഒരു നടിച്ചോര് അതിന്റെ അപ്പുറം വിണ്ട് കീറി മണ്ണ് ഒന്ന് ഒരു ആണി ഇറച്ചാലോ അല്ലെങ്കിൽ ഒരു ചുറ്റിയോണൊന്ന് തട്ടിയാലോ നന്നായിട്ട് പൊളിഞ്ഞാടെന്നൊക്കത്തെ പണ്ടത്തെ കാലത്തെ മഞ്ചേരിക്കല്ലായ ഒരു വര ഇനി അത് ഒരു ഓട് അങ്ങേപ്പുറത്ത് ഒരു കൗക്കോല് പൊട്ടിയാൽ ഇങ്ങേപ്പുറത്തേക്ക് ചെതറ് പിടിച്ചിരുന്ന ഒരു കാലഘട്ടം ഇനി അത് ഇന്ന് ഞങ്ങളെ കഴിച്ചിലാക്കി തന്നെ ഏറെ സന്തോഷം, സംതൃപ്തി. ഞങ്ങൾക്ക് തേച്ചും കൂടി കിട്ടിയാല് ഏറ്റവും നന്നായി പറഞ്ഞേക്കണം. പക്ഷെ കുഞ്ഞാപ്പാക്ക് ഒന്നും കൂടി കഞ്ഞി കിട്ടിയാൽ മതിയേനി. എന്നപ്പോ ഞങ്ങൾക്ക് ഇതും കൂടി ഒന്ന് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് 3000 റുപ്യ 4000 റുപ്യ 6000 റുപ്യ 6500 റുപ്യ വെള്ളത്തിന് വരെ പൈസ കൊടുത്തുങ്ങാണ് ഇപ്പൊ വാടക കിട്ടണം. കൊടുക്കാൻ കഴിയാത്തവരുണ്ട്. കാതത്വവും അവർ പണത്തൂക്കല്ലത് വരെ പണയം വെച്ചുങ്ങാണ്ട് അങ്ങനെ കോട്ടേഴ്സിന് വാടക കൊടുക്കണവരും ഉണ്ട്, കഴിയാത്തവരും ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത്. പെരക്ക് 20 പേരുണ്ട്. അതിലൊന്നും നയിക്കാൻ പറ്റിയ ആൾക്കാരില്ല. അതുള്ളൂ. എല്ലാം ഇപ്പം അടുത്തടുത്ത് ഈ പെര പൊളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് പടവ് കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യം വാർപ്പ് വയ്യാത്ത മുൻപെട്ട അടുത്ത് 2 എണ്ണം വെച്ചത്. ഇനിയിപ്പോൾ ഒന്ന് ക്യാൻസർ ആയിക്കൊണ്ട് കിടക്കാണ് ഇതില് ഒരു വീട്ടില്. അങ്ങനെ ഒരു ദുരിതം ഇനി വരാനുണ്ട്. അതായത് 8 ദിവസം കഴിയുമ്പോൾ 9ാമത്തെ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി സൂചി വെച്ച് വരുന്ന ഒരു സന്ദർഭമാണ് ഇപ്പം ഉള്ളത്. അവിടെ അവാർഡ് എടുത്തുങ്ങാണ്ട് അവിടെ നിൽക്കണം. അതുകൊണ്ട് 11000 റുപ്യ വേണം ആ സൂചിക്ക്. അയാൾ ക്യാൻസർ ആയ പെണ്ണാണ്. അതിനും കെട്ടിച്ചിട്ടൊന്നുമില്ല. ഒക്കെ മാപ്പിളാരൊന്നും ഇല്ലാത്തവരാണ്. വാടകയ്ക്ക് താമസിക്കാൻ ഈ 10ാം തീയതി വന്നാൽ ഞങ്ങൾ 5 മാസമായി. 10ാം തീയതി വന്നാൽ ACB പൊളിച്ചിട്ട് 5 മാസമായി. അന്ന് മുതൽ ഞങ്ങൾ ഇതിൽ 6000 ഉണ്ട്, 7000 ഉണ്ട്, 5000 ഉണ്ട്. കിട്ടാത്തവർക്ക് അതിന് വെള്ളത്തിനും വരെ കറണ്ടിനും വരെ ലാസ്റ്റ് മാസം വരുമ്പോൾ 7000 8000 റുപ്യകളാവും. അതിന് ബഡ്ജറ്റ് ഇല്ലാത്തവരും ഉണ്ട്. ഞങ്ങൾ തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഇതൊന്നും കൂടി ഒന്ന് തേച്ച് ഞങ്ങൾക്ക് തന്നെ ഇതൊക്കെ കഴിഞ്ഞില്ല. എത്രയൊക്കെ നിങ്ങളാക്കി തന്നാൻ പക്കം ഞങ്ങൾക്ക് അതും കൂടി ആക്കി തന്നെ ഏറെ സന്തോഷമായി.